അധ്യായം 11 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ജനം പരാതിപ്പെടുന്നു. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അഗ്നി ശമിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ കോപാഗ്നി അവരുടെ ഇടയിലും ജ്വലിച്ചതിനാൽ ആ സ്ഥലത്തിന് തബേര എന്നു പേരായി. ഇസ്രായേല്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾക്കടിമകളായി. ഇസ്രായേല്യരും സങ്കടം പറച്ചിൽ തുടർന്നു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരുക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമന്നുള്ളി, വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ മന്നയല്ലാതെ മറ്റൊന്നും കാണാനില്ല. മന്നയ്ക്ക് കൊത്തമ്പാലരിയുടെ ആകൃതിയും ഗുൽഗുലുവിൻ്റെ നിറവുമായിരുന്നു. ജനം ചുറ്റി നടന്ന് അത് ശേഖരിച്ച് തിരികല്ലിലോ ഉരലിലോ ഇട്ട് പൊടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കിപ്പോന്നു. എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റേതുപോലെയായിരുന്നു അതിൻ്റെ രുചി. രാത്രി പാളയത്തിനു മേൽ മഞ്ഞു പെയ്യുമ്പോൾ മന്നായും പൊഴിയും. ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതിൽക്കൽ ഇരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു. കർത്താവിൻ്റെ കോപം ആളിക്കത്തി. മോശയ്ക്ക് നീരസം ജനിച്ചു. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നതെന്തുകൊണ്ട്? അങ്ങ് എന്നോട് കൃപ കാട്ടാത്തതെന്തുകൊണ്ട്? ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചു കൊണ്ടുപോകുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരുക എന്ന് പറഞ്ഞ് അവർ കരയുന്നു. ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല. അത് എൻ്റെ കഴിവിനതീതമാണ്. എന്നോട് ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം. ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം.